കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് സച്ചി നേരെ ശ്രുതിയുടെ അമ്മയുടെ അരിയിലേക്ക് കൊണ്ട് രേവതിനെ ആക്കുവാണ്. എന്നിട്ട് രേവതിയോട് ഞാൻ ഇപ്പൊ തന്നെ വരാട്ടോ, പെട്ടെന്ന് അവന്റെ അടുത്ത് വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ രേവതിനെ കണ്ടപടി ശ്രുതിയുടെ അമ്മ പറഞ്ഞു, വാ മോളെ കയറി ഇരിക്കാൻ പറയാണ്. ഞാനുള്ള ചായ എടുത്തുണ്ടാകാൻ പറഞ്ഞ് അകത്തേക്ക് പോകണം. അല്ല ആദ്യം എന്ത് ചെയ്തേക്കാണ്, അതെ അവനാണ്ട് കളിക്കാൻ പോയിക്കോന്ന് കൂട്ടുകാരുടെ ഒപ്പം. അങ്ങനെ ശ്രുതിയുടെ അമ്മ പോയി ഗ്ലാസ് ചായയൊക്കെ എടുത്തോണ്ട് വിടാം. അങ്ങനെ ചായയൊക്കെ കുടിച്ചോണ്ടിരുന്നപ്പം ശ്രുതിയുടെ അമ്മ പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്, കല്യാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നടത്തിയതല്ലേ എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദിയുടെ വരവ് അങ്ങോട്ട്. രേവതിയെ കണ്ടുപിടി ആന്റി എന്ന് പറഞ്ഞ് ഓടി വന്ന് രേവതിനെ കെട്ടിപ്പിടിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ ചോദിച്ചു, നീ എന്താണ് ഇത്ര പെട്ടെന്ന് കളി നിർത്തി പോന്ന്? അതെ എന്റെ കൂടെ ആരും കളിക്കാൻ തയ്യാറാവുന്നിരുന്നേ, എല്ലാരും എന്നോട് പിണങ്ങിപ്പോയെന്ന് പറയണം. ആന്റി എന്നോട് കളിക്കാൻ വരാമെന്ന് ചോദിക്കണം. നീ ഒന്ന് പോടാന്ന് പറയണം അവിടുന്ന് ശ്രുതിയുടെ അമ്മ. ആന്റി വരും, അതിന് മുത്തശ്ശിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. അങ്ങനെ രേവതിനെ വിളിച്ച് മുറ്റത്തേക്ക് ഇറങ്ങുവാണ്. അപ്പൊ ഒരു ഫുട്ബോൾ ഉണ്ട് കയ്യില്. അപ്പൊ രേവതി ആദിയുടെ കൂടെ കളിക്കാനായിട്ട് തുടങ്ങി. അവർ രണ്ടുപേരും ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ബോൾ എന്ത് ചെയ്യാണ്, നേരെ റോഡിലേക്ക് പോവാണ്. ആദ്യം ബോൾ എടുക്കാനായിട്ട് ആ റോഡിലേക്ക് അങ്ങോട്ട് ചെന്നു. ആ റോഡിലേക്ക് പോയി ബോൾ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനൊരു കാർ ഇങ്ങോട്ട് ചീറിപ്പാഞ്ഞു വന്നേ. പെട്ടെന്ന് ബോളും കൈ പിടിച്ച് ആദ്യക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയില് കാറ് നേരെ പാഞ്ഞെടുത്ത് കഴിയുമ്പം ആദ്യം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. പെട്ടെന്ന് അകത്തുനിന്ന് രേവതി ഓടി ആദ്യം വിളിച്ചിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ആദ്യനെ പിടിച്ച് മാറ്റിയതും രേവതി താഴേക്ക് വീണത് ഒരുമിച്ചായിരുന്നു. രേവതി വീണ് കഴിഞ്ഞുകൊണ്ട് രേവതിക്ക് അവിടെ നേക്കാൻ പറ്റിയില്ല. പക്ഷെ കാർ അവിടെ നിർത്താതെ വിട്ടുപോയി. ഈ സമയത്ത് സച്ചി പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആ കാറിന്റെ പുറകെ സച്ചി ഉണ്ടായിരുന്നു. ഇവന്മാരുടെ പുറകെ സച്ചിയും കൂടെ പോവാണ്. അങ്ങനെ കുറുക്ക് വഴി കൂടെ ചാടി വഴിയിലിട്ട് അവന്മാരെ പിടിക്കുവാണ്. കൈയോടെ പിടികൂടി അവന്മാരെ പിടിച്ചു നിർത്തിയിട്ട് തലങ്ങും വിലങ്ങും അവനന്മാരെ ചതിക്കുവാണ്. അല്ല ചതിക്കുവല്ല, സോറി ചതയ്ക്കുവാണ്. എന്നിട്ട് ചോദിക്കുക, എന്ത് പരിപാടിയാടാ കാണിച്ചേ? ഒരാളെ ഇടിച്ചിട്ടിട്ട് യാതൊരു കൂസലില്ലാതെ പോയേക്കുന്നു. എടാ ഞാനും ഡ്രൈവർ തന്നെയാ, എന്നാൽ ഇമാതിരി പരിപാടി കാണിക്കത്തില്ല അറിയാവോ? ആരെങ്കിലും എന്തേലും സംഭവിച്ചോ എന്നൊന്ന് ഇറങ്ങി നോക്കിയിട്ട് പോകേണ്ട മര്യാദയില്ലേ? അവർക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ? ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് അവന്മാരെ വിളിച്ചോണ്ട് രേവതിയുടെ അരിയിലേക്ക് കൊണ്ടുവരുവാണ്. കണ്ടോടാ സോറി പറയാന്ന് പറയണം. അപ്പൊ ഒരുത്തം ഉണ്ടായിരുന്നു. പിന്നെ സോറി പെങ്ങളെന്ന് പറയണം. ഒന്നുകൂടെ അവന്റെ കർണം പൊത്തി കൊടുത്തു. പൊക്കോ, അല്ല ചേട്ടാ ഞങ്ങൾ ഹോസ്പിറ്റലൊന്നും കൊണ്ടോണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയണം. അങ്ങനെ അവന്മാര് പോയി കഴിഞ്ഞപ്പോഴത്തേന് രേവതിനെ സച്ചി ശ്രുതിയുടെ അമ്മയും കൂടെ പിടിച്ച് പതുക്കെ എഴുന്നേപ്പിക്കുകയാണ്. രേവതിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടിന് തിണ്ണയിലേക്ക് കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി എന്ത് ചെയ്യുവാണ്, പെട്ടെന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഓടുവാണ്. അപ്പൊ രേവതി നോക്കി ഇത് എങ്ങോട്ടേ പോയെന്ന് ഓർക്കുക. സച്ചി പോയിട്ട് കുറച്ച് പച്ചലയൊക്കെ പറിച്ചുകൊണ്ട് വരുവാണ്. പച്ചലയെല്ലാം കയ്യിലാത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞു. എന്നിട്ട് രേവതിയുടെ കാലിലേക്ക് കൊണ്ട് അങ്ങോട്ട് ഇറ്റിക്കുവാണ്. എന്നിട്ട് ചോദിച്ചു, നീ നോക്കിയും കണ്ട് നടക്കണ്ടായിരുന്നു, നിന്റെ കണ്ണ് എവിടെയായിരുന്നു ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ സ്തുതിയുടെ അമ്മ പറഞ്ഞു, രേവതിയുടെ കയ്യിലല്ല കുറ്റം, ആദ്യനെ കാറിടിക്കാൻ വന്നു കഴിയുമ്പോൾ രേവതി ഓടിപ്പോയി അവനെ പിടിച്ചു മാറ്റിയതാ. അപ്പൊ സംഭവിച്ച മോളെ അതിന് കുറ്റം പറയേണ്ട ആവശ്യമില്ലെന്ന് പറയാണ്. രേവതി ഇങ്ങനെ നോക്കുവായിരുന്നു സച്ചിനെ തന്നെ. സച്ചിയുടെ ആ കെയറിങ്, തന്റെ കാലിനൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പം സച്ചി ഓടിപ്പോയി പച്ചിലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പുരട്ടിയതൊക്കെ. അങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, അതെ എന്റെ അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ, കാലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ വൈദ്യമൊക്കെ അച്ഛമ്മ എന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ശ്രുതിയുടെ അമ്മ പറഞ്ഞു, നല്ല ചതവുണ്ടെന്നാ തോന്നേ, അതാ മോൾക്ക് ഇത്ര വേദനയെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു റോഡിൽ. ആ സമയത്താണ് അങ്ങോട്ട് ദേവു വരുന്നത്. ദേവുവിനെ കണ്ട് ശ്രീകാന്ത് പറഞ്ഞു, ആഹാ കൊള്ളാലോ, കുറെ ദിവസങ്ങളായാലും കണ്ടിട്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ തന്നെ ദേവ് പറഞ്ഞു, അതെ അതെ, അല്ല ശ്രീകാന്തിന്റെ പഠനമെല്ലാം കഴിഞ്ഞു നിൽക്കും. പഠനമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ ഞാനിവിടെ റെസ്റ്റോറൻറ്റിൽ കയറിയേക്കോ എന്ന് പറയാണ്. ട്രെയിനിയായിട്ടാ കയറിയേക്കുന്നത്. ആഹാ കൊള്ളാലോ, അല്ല പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. പരീക്ഷണങ്ങൾ നടത്തിയാന്നോ? ഓരോ ദിവസം ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നേ. ആ അപ്പൊ കൊള്ളാം, ആൾക്കാരൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ തുടങ്ങി കാണും അല്ലേന്ന് ചോദിക്കണം. പിന്നെ അങ്ങനെ അങ്ങ് തള്ളി മറിക്കൊന്നും വേണ്ട. അല്ല ഇപ്പൊ എവിടെ പോയിട്ട് വരുവാ? ഞാനിത് ഇവിടെ അടുത്തൊരു പൂ കൊടുക്കാനുണ്ടായിരുന്നു, കടയിലെ പൂ കൊടുക്കാൻ പോയിട്ട് വരുന്ന. അല്ല അമ്മ എന്തിയെ? അമ്മ ഇതേ ആ കടയിലേക്ക് കയറിയേക്കുക, ഒന്നിട്ട് സാരി ഒക്കെ എടുക്കണമായിരുന്നു, അപ്പൊ അതിനുവേണ്ടി കയറിയേക്കാം, അമ്മ ഇപ്പൊ തന്നെ വരൂന്ന് പറയാണ്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ദേവി ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് പുതിയ പരീക്ഷണങ്ങളൊക്കെ, വിജയിക്കുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. വിജയിക്കുന്നുണ്ടോന്നോ? അപ്പൊ ഒത്തിരി ഫാൻസും കാണുമല്ലോ. ഫാൻസ് ഒത്തിരി ഒന്നുമല്ല, പക്ഷെ ഒരു പെണ്ണുണ്ടെന്ന് പറയണം. ഒരു പെണ്ണോ? അതേതാന്ന് അറിയത്തില്ല. ഡെയിലി വിളിച്ച ഓരോന്ന് ഓർഡർ ചെയ്യും, പുതിയ മെനു, ഞാനെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവൾക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അപ്പൊ അവൾക്കൊരു പ്രണയത്തിന്റെ മണം അടിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. പ്രണയത്തിന്റെ മണം? അതെന്താ? അല്ല നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയല്ലോ, അവൾക്ക് മിക്ക ആരും സ്ത്രീയോട് ഇഷ്ടം കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൾ ദിവസേന വിളിച്ചിങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അവളെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയാണ്.
അതിന് നേരിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഫോണിൽ കൂടെ നിങ്ങൾ നല്ല പരിചയമായില്ലേ എന്ന് ചോദിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ശ്രീയോട് അവള് ഐ ലവ് യു പറയുമെന്ന് പറയാണ്. ഈ സമയത്താണ് കടയിൽ നിന്ന് ഇറങ്ങി ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നത്. ലക്ഷ്മിയമ്മ കണ്ട് ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നീട് ശ്രീ പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ, ഇച്ചിരി തിരക്കാണ്, നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ്. അപ്പൊ ലക്ഷ്മിയമ്മയുടെ നേരെ ദേവുവിന്റെ അടുത്തേക്ക് വരുവാണ്. ദേവിന്റെ അടുത്ത് വന്നിട്ട് ചോ, അല്ല നീ എന്താ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീകാന്തുമായിട്ട്? അമ്മ അത് ഇപ്പം ഞാൻ അവനോട് വെച്ച് കണ്ടതാ. അതിന് നീ ഇത്രമാത്രം സംസാരിക്കാൻ എന്തായിരിക്കുന്നത്? അമ്മ പിന്നെ കണ്ടു കഴിയും പിന്നെ എങ്ങനെയാ അമ്മ സംസാരിക്കാതിരിക്കുന്നത്? ദേവു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ സംസാരം എങ്ങാനും ഉണ്ടല്ലോ അവന്റെ അമ്മയുടെ കാതിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടെന്നറിഞ്ഞാൽ മതി. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. നിന്റെ ചേച്ചിയുടെ അവിടുത്തെ ജീവിതത്തെ പോലും അത് ബാധിക്കും. ചന്ദ്രമതിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ എന്ന് പറയാണ്. അമ്മേ, അതിന് മാത്രം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. വഴി വെച്ച് കണ്ടു, സംസാരിച്ചു, അത്രേ ഉള്ളൂ. നീ അതൊക്കെ പറയും, പക്ഷെ കാണുന്നവരുടെ കണ്ണിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചന്ദ്രമതിയുടെ കാതിൽ എത്തുന്ന വേറെ കാര്യങ്ങളായിരിക്കും. വാ നടക്ക്, അധികം കൂട്ടുകെട്ടിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിനെ കൊണ്ട് അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്ന രേവതിനെയും കൊണ്ട് സച്ചി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ബൈക്കാൻ ഇറങ്ങി കഴിയുമ്പോൾ രേവതിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രേവതി വെച്ച് കാലിന് വേദനയുണ്ടോ? കാലിന് വേദനയുണ്ടെന്ന് അന്ന് ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് സച്ചി എന്ത് ചെയ്യാണ്, രേവതിനെ അങ്ങോട്ട് കോരി എടുക്കുവാണ്. രേവതി ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ലത്. അങ്ങനെ രേവതിനെ കോരി എടുത്തോണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പാറൂമ്മയെ സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നേ. പാറൂമ്മ ഈ കാഴ്ച കണ്ട് അകത്തേക്ക് നോക്കി വിളിക്കുക. അതെ, കലാവതി ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഓടി വരാൻ പറയണം. അപ്പൊ മുത്തശ്ശൻ വരുമ്പോൾ കാണുന്ന കാഴ്ച രേവതിനെ കോരി എടുത്തോണ്ട് സച്ചി വരുന്നതാണ്. ആഹാ, ഇത് കൊള്ളാലോ, നല്ല കാഴ്ചയാണല്ലോ എന്ന് പറയാണ്. ക്ഷേത്രത്തിൽ പോയാൽ എന്തായാലും ഗുണമുണ്ടായെന്ന് പറയാണ്. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അതെ ക്ഷേത്രത്തിൽ പോയാൽ നല്ല ഗുണമുണ്ടായെന്ന് പറയാണ്. നീ ഒരു കാര്യം ചെയ്യ, അവളെ താഴെ വെക്കണ്ട, അവളെ ഇങ്ങനെ ഈ നാട് മൊത്തം അങ്ങോട്ട് ചുറ്റി കാണിക്കാൻ പറയാണ്. പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ ഇവളെ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് നാട് മൊത്തം ചുറ്റി കാണിക്കാനായിട്ട്. എനിക്ക് അത്ര തലയ്ക്ക് വല്ല ഓളമൊന്നും ഇല്ലെന്ന് പറയണം. പിന്നെ നീ എന്തിനാണ് ഇപ്പൊ അവളെ എടുത്തോണ്ട് വന്നേ? അതോ, അത് ഇവളുടെ കാലിൽ ചെറിയൊരു ആക്സിഡന്റ് പറ്റി, അതുകൊണ്ടാ. ആക്സിഡന്റ് എന്താ? പേടിക്കാനൊന്നുമില്ല, ചെറിയ ചതവേ ഉള്ളൂ, നടക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവളെയും കൊണ്ടുവന്നാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ അവളെ അതുപോലെ തന്നെ മുറിക്കയിലേക്ക് കൊണ്ടുപോകാൻ പറയാണ്. അങ്ങനെ അകത്തേക്ക് കൊണ്ടേലുമാണ്. അകത്തേക്ക് കൊണ്ട് വെച്ചപ്പോൾ സച്ചി പറഞ്ഞു, ഞാനോർത്ത് പൂ വിൽക്കുന്നവരല്ലേ, അപ്പൊ ഒരു പൂവിന്റെ വെയിറ്റ് ഉള്ളെന്ന് ഓർത്തിരുന്ന, ഇതങ്ങനെയല്ല, ഇതൊരു അമ്മിക്കല്ലിന്റെ കനം വെക്കെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ രേവതിക്ക് ശരിക്കും പറഞ്ഞ് ചിരി വന്നു. പെട്ടെന്ന് മുത്തശ്ശി വെച്ചു, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേടാ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞ്, ചെറിയ ചതവ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി പറഞ്ഞു, മോളെ വേദന ഉണ്ടോന്നൊക്കെ ചോദിക്കണ്ടേ? ഇല്ല അച്ഛമ്മ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വേദന കുറവുണ്ടെന്ന് പറയണം. അപ്പൊ രേവതി ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സച്ചി തന്നെ കോരിയെടുത്തും അവിടെ വെച്ചായ സംഭവങ്ങളൊക്കെ. മുത്തശ്ശി പെട്ടെന്ന് ചോദിച്ചു, എന്താ മോൾ ആലോചിക്കുന്നേ? ഒന്നുമില്ല. മുത്തശ്ശിക്ക് മനസ്സിലായി എന്തോ രേവതിയുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നീട് സച്ചി അകത്തേക്ക് അവിടെ കയറിപ്പോണം. അപ്പൊ രേവതിയോടും മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ മോളുടെ കാലേ വേണേ ഇച്ചിരി ചൂടൊക്കെ വെക്കാം. വേണ്ട മുത്തശ്ശി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് രവീന്ദ്രൻ കയറി വരുന്നത്. രവീന്ദ്രനെ കണ്ടതും മുത്തശ്ശി പറഞ്ഞു, ആഹാ കൊള്ളാലോ, നീ എന്നോട് ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേ. അച്ഛനെ കണ്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ രേവതി എഴുന്നേക്കാൻ പറയാം. മുത്തശ്ശി പറഞ്ഞു, മോളെ എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നോളാൻ പറയാണ്. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, രേവതിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അതൊരു ചെറിയ ആക്സിഡന്റ്. ആക്സിഡന്റോ? അതെ, കാലയിലും ചെറുതായിട്ടൊന്നും വണ്ടി കെട്ടി, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ്. ഈ സമയത്താണ് അകത്ത് സച്ചി ഓടി വരുന്നത്. അച്ഛാന്ന് പറഞ്ഞ് രവീന്ദ്രനെ കണ്ടപ്പോഴേ ഓടി വന്നങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എനിക്കറിയായിരുന്നു അച്ഛൻ എന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന്, അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൻ രവീന്ദ്രൻ പറഞ്ഞു, ഒന്ന് പോടാ, അതുകൊണ്ടൊന്നും അല്ല ഞാൻ വന്നേന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും മുത്തശ്ശി ചോദിച്ചു, ആര് സുധിയാണെന്ന് ചോദിക്കുകയാണ്. സുധിയൊന്നുമല്ല, പിന്നെ ആരാ? ചന്ദ്രേന്ന് നീട്ടി അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പൊ ചന്ദ്രമതി അങ്ങോട്ട് കയറി വരുവാണ്. ഈ കാഴ്ച കണ്ട് സച്ചിൻ ഞെട്ടിപ്പോയി. ചന്ദ്രമതി അമ്മയോ, ഇതെങ്ങനെ വന്നു? പെട്ടെന്ന് തന്നെ രേവതി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മുത്തശ്ശി പറഞ്ഞു, വേണ്ട മോൾ അവിടെ ഇരുന്നോ, മോൾ എഴുന്നേക്കൊന്നും വേണമെന്ന് പറയാണ്. പെട്ടെന്ന് ചന്ദ്രമതി അകത്തേക്ക് വന്നിട്ട് ഇതെന്ത് പറ്റി കാലിനെന്ന് ചോദിക്കുകയാണ്. അതൊരു ആക്സിഡന്റ് ഉണ്ടായതാ, വേദന ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, പിന്നെ കാലിന് മുറിവ് പറ്റിയിട്ടുണ്ട, പിന്നെ വേദന അല്ലാതെ പിന്നെ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് തോന്നുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ചന്ദ്രമതിനെ നാക്കി ചിരിക്കുകയാണ് സച്ചി. പെട്ടെന്ന് ചോദിച്ചു, അല്ല ചന്ദ്രമതി അമ്മ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, എന്ത് കാരണമാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി, പിന്നെ എനിക്ക് എൻ്റെ അമ്മേനെ കാണണമെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ അനുമതിയൊന്നും വേണ്ടല്ലോ, എനിക്ക് എപ്പം വെള്ളം ഒന്ന് കാണാമല്ലോ എന്ന് പറയണം. ഓ, ഒരു കാരണമില്ലാതെ അങ്ങനെ എലി മാളത്തിൽ നിന്ന് ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞാന്ന് പറയാണ്. രവീന്ദ്രൻ ഒന്ന് മിണ്ടായിരിക്കട്ടെ സച്ചി എന്ന് പറയാണ്. പിന്നീട് സച്ചി അങ്ങ് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്ത് ഇപ്പൊ രേവതി ഇങ്ങനെ വാതിൽപ്പടിയെ വന്ന് ഇരിക്കുവാണ്. വാതിൽപ്പടി കാല് നീട്ടി വെച്ചിരിക്കുന്ന സമയത്ത് സച്ചി ഒരു കസാര ആക്കിയിട്ട് സച്ചിൻ മുറ്റത്ത് വന്ന് ഇരിക്കുവാണ്. എന്നിട്ട് എങ്ങനെയുണ്ട് വേദന? കുഴപ്പമൊന്നുമില്ല. എൻ്റെ ദൈവമേ, ഇനി നിന്റെ കാലും ശരിയാതെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ,
അതുവരെ ഇനി നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നെ എടുത്തോണ്ട് ഞാൻ നടക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ രേവതി ചിരിച്ചു. എന്നാലും എന്റെ വണ്ടിയുടെ കാര്യം ഓർത്തിട്ടാ, എനിക്ക് കാർ ഓടിക്കാൻ പോകാൻ പറ്റില്ലല്ലോ, ഡ്യൂ കെട്ടണം ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. ചന്ദ്രമതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രേവതി പതുക്കെ കാലിങ്ങനെ നീക്കി വെക്കണം. ഇത് കണ്ടപ്പോൾ ചന്ദ്രമതി, മോൾ അവിടെ തന്നെ ഇരുന്നു, കാലിങ്ങനെ തൂക്കിയുണ്ടോ കേട്ടോ, കാല് നീരാവും, മോൾ പൊക്കി വെച്ചേക്കാൻ പറയണേ കാല്. ഇത് കേട്ടതും സച്ചു വെച്ച്, ഇതെന്തൊക്കെയാ കേൾക്കണേ, ഇത്ര സ്നേഹമോ മരുമോളോട്, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ, അല്ല എന്തോ ഒരു കാര്യമുണ്ട്. എന്താ ചന്ദ്രമതി, ഭയങ്കര സ്നേഹമാണല്ലോ അപ്പം മരുമോളോടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോണ്ടാണ് രവീന്ദ്രനും കലാവതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശി പറഞ്ഞു, അതെന്താടാ, അവൾക്ക് അവളുടെ മരുമോളെ സ്നേഹിച്ചുകൂടെന്ന് ചോദിക്കുകയാണ്. അല്ല ഇത്രയും കാലം ആ മരുമോൾ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അത് സ്നേഹമൊന്നും കണ്ടിട്ടില്ല, ഇപ്പോഴാണല്ലോ ഈ സ്നേഹം കാണുന്നതെന്ന് പറയാണ്. ഇത് കേട്ടതും ചന്ദ്രമതി ഒരു വളിച്ച ചിരിയിരിക്കുകയാണ്. രവീന്ദ്രന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇതെല്ലാം സോപ്പിംഗ് എന്നുള്ള കാര്യം, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.